സൗദി അറേബ്യയിൽ വധശിക്ഷ റദ്ദ് ചെയ്യപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള കുടുംബത്തിന്റെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹർജി റിയാദ് കോടതി പരിഗണിക്കും. മോചന ഉത്തരവ് ലഭിച്ചാൽ അബ്ദുൾ റഹീമിന് ഉടൻ നാട്ടിലെത്താൻ പറ്റും. അനഘ ഹർഷനുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, കഴിഞ്ഞ തവണ ഈ ഉത്തരവ് പരിഗണിക്കാതെ മാറ്റിവെച്ച സമയത്ത് ആ കുടുംബം അല്ലെങ്കിൽ അമ്മ പറയുന്നത് ഈ തങ്ങളുടെ മകൻ മടങ്ങി വരും, 20 വർഷത്തിന് ശേഷം നാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ ഒരു ദിവസം അന്നുണ്ടായില്ല. പിന്നെയും ദിവസങ്ങൾ പിന്നിട്ടു. ഇന്ന് റിയാദ് കോടതി ഈ ഹർജി പരിഗണിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം, അല്ലേ? അബ്ദുറഹീമിനെ കുടുംബത്തിനെയും നമ്മുടെ നാടിനെയും ഒക്കെ സംബന്ധിച്ച് ഇന്നേറെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം റിയാദ് കോടതി അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് ഇന്ന് പരിഗണിക്കും. അങ്ങനെ ഇന്ന് പരിഗണിച്ച് മോചന ഉത്തരവ് റിയാദ് കോടതി ഇട്ട് കഴിഞ്ഞാൽ അബ്ദുറഹീമിന്റെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ന് മോചന ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഈ മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യവാരമോ അബ്ദുറഹ്മാന് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ കഴിയും. 20 വർഷത്തിന് ശേഷമായിരിക്കും അങ്ങനെയെങ്കിൽ അബ്ദുറഹ്മാന് നാട്ടിലേക്ക്, സ്വന്തം ജനിച്ചു വരുന്ന നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയുക. കഴിഞ്ഞ തവണ കുടുംബം ഏറെ പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ മാസം ഈ കേസ്, ഈ മോചന ഹർജി റിയാദ് കോടതി പരിഗണിച്ചിരുന്നു. പക്ഷെ അന്ന് വിധി പറയാൻ ഡിസംബർ 8 മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അന്ന് റഹീമിന്റെ ഉമ്മയടക്കം ഏറെ സങ്കടത്തോടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവരന്നേറെ പ്രതീക്ഷയോടെയായിരുന്നു കാത്തിരുന്നത്. പക്ഷെ അന്ന് ആ വിധി ഉണ്ടായില്ല. എന്തായാലും ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 11 മണിയോട് കൂടിയായിരിക്കും ഈ കോടതി നടപടികൾ ആരംഭിക്കുക. എന്തായാലും ഇന്ന് ആ മോചന ഉത്തരവ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. ഈ 18 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ റിയാദ് പൗരന്റെ കൊലപാതകവും മരണവുമായി ബന്ധപ്പെട്ട് അബ്ദുറഹീം ജയിലിലാകുന്നത്. പിന്നീട് ഈ കുടുംബം അബ്ദുറഹ്മാൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. 34 കോടി രൂപ ദയാധനമായി നൽകിയതിനു ശേഷമാണ് അബ്ദുറഹ്മാന്റെ മോചനമടക്കം വധശിക്ഷയടക്കം റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം അബ്ദുറഹ്മാനെയും നമ്മുടെ നാടിനെയും ഒക്കെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. 11 മണിയോട് കൂടിയായിരിക്കും ഈ റിയാദ് കോടതി മോചന ഹർജി പരിഗണിക്കുക. എന്തായാലും ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നാടും അബ്ദുറഹ്മാന്റെ കുടുംബവും ഒന്നടങ്കം തന്നെ.